ഓം നമ ശിവായ. പല ആൾക്കാരുടെയും ഉള്ളിലുള്ള ഒരു സംശയമാണ് മരണ വീട്ടിൽ പോയി വന്ന ശേഷം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പൊതുവേ നമ്മൾ ചെയ്യാറുള്ളത് വീടിന് പുറത്തു നിന്ന് തന്നെ കുളിച്ച് ദേഹശുദ്ധി വരുത്തിയ ശേഷം അകത്ത് കയറുക എന്നതാണ്. എന്നാൽ അതുമാത്രം മതിയോ? എന്താണ് ശാസ്ത്രം നിഷ്കർഷിക്കുന്നത്? ഈ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം. ഒരാളുടെ മരണശേഷം കർമ്മങ്ങൾ കഴിഞ്ഞ് പട്ടടയിലെ ദഹനം അവസാനിക്കുന്നതുവരെ യമദേവൻ്റെ അനുയായികൾ ഈ മൃതദേഹത്തോടൊപ്പം ഉണ്ടാകും. ഇവരുടെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയുന്ന യാതൊരു തരത്തിലുള്ള പ്രവൃത്തികളും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം മരണ വീട്ടിൽ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ പാടില്ല എന്നുള്ളതാണ്. സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ കൂടെ നിൽക്കുന്നവരോടോ ഒക്കെ നാം സംസാരിക്കുമ്പോൾ പരമാവധി ശബ്ദം താഴ്ത്തി സംസാരിക്കുവാൻ ശ്രമിക്കുക. ഒരു ദഹനകർമ്മത്തിലൂടെ നടപ്പിലാക്കപ്പെടുന്നത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരലാണ്. അല്ലെങ്കിൽ ആത്മാവിനെ പരമാത്മാവിലേക്ക് എത്തിക്കാനുള്ള ഒരു യാത്രയുടെ ആരംഭമാണിത്. ഇതിന് ഭംഗം വരുത്തുന്ന യാതൊരു ചെയ്തികളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. കഴിവതും പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് ശിവ എന്ന് ഉരുവിടുക. ഒരു മരണത്തിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ വീട്ടിൽ നിന്ന് യാതൊരുവിധ സാധനങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ പാടില്ല. ഒരുപക്ഷെ അവിടെ നടന്ന കർമ്മങ്ങളിൽ പങ്കെടുത്തവരായിരിക്കാം നമ്മൾ. പൂവോ പച്ചരിയോ ഒക്കെ വാക്കരിയായോ മറ്റോ സമർപ്പിച്ചിരിക്കാം. അറിയാതെ പോലും ഇതിൻ്റെ ഒരംശം പോലും നമ്മുടെ വീടുകളിലേക്ക് എത്താൻ പാടില്ല. അത് നമുക്ക് ദോഷമായി അനുഭവിക്കും. വീട്ടിലെത്തിയ ശേഷം വസ്ത്രങ്ങൾ കഴുകി ദേഹശുദ്ധി വരുത്തി മാത്രം വീട്ടിനകത്തേക്ക് പ്രവേശിക്കുക. ബാത്റൂം പുറത്തില്ലാത്തവരാണെങ്കിൽ 3 പ്രാവശ്യം കൈക്കുമ്പിളിൽ ജലം തലയിൽ കുടഞ്ഞ ശേഷം എവിടെയും സ്പർശിക്കാതെ വീടിനുള്ളിൽ കയറി നേരെ ബാത്റൂമിലേക്ക് പോയി ദേഹശുദ്ധി വരുത്തുക. വിളക്കിൽ തൊടാനോ ചെടികളിൽ തൊടാനോ വീട്ടിലുള്ളവരെ തൊടാനോ വളർത്തുമൃഗങ്ങളെ തൊടാനോ അടുക്കളയിൽ കയറാനോ പാടില്ല. കഴിയുമെങ്കിൽ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുളിക്കാനുള്ള ജലത്തിൽ കലർത്തിയാൽ അത്യുത്തമം. അതില്ല എങ്കിലും പ്രശ്നമില്ല. അതുപോലെ തന്നെ മരണ വീട്ടിൽ ഉപയോഗിച്ച വസ്ത്രം യാതൊരു കാരണവശാലും കഴുകാതെ ഉപയോഗിക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മരിച്ച വ്യക്തി നമുക്ക് എത്ര തന്നെ ദ്രോഹങ്ങൾ ചെയ്ത ആളായാലും അദ്ദേഹത്തെ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ കുറ്റപ്പെടുത്താൻ പാടില്ല. നല്ലൊരു യാത്രയയപ്പ് ആ വ്യക്തിക്ക് നൽകുക. അതുപോലെ ഒരു പ്രാവശ്യം മരണ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. പോയിട്ട് പിന്നീട് ഒരു ദിവസം പോകരുതെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇറങ്ങിയ ശേഷം ഉടനെ തന്നെ തിരിച്ച് ആ വീട്ടിലേക്ക് കയറരുത്. ഇത്രയുമൊക്കെയാണ് മരണ വീട്ടിൽ നാം പാലിക്കേണ്ട വ്യവസ്ഥകൾ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.